കൊച്ചു കേരളത്തിലെ ഹമാസ് പോരാളികൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്കറിയാം, പഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷവും അതിനുശേഷം ഉണ്ടായ പല സംഭവവികാസങ്ങളെയും വരുന്ന നിങ്ങളിനി കാണാൻ പോകുന്ന 2 വീഡിയോകൾ അതിന് കൂടുതൽ കരുത്ത് പകരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നടന്ന ശബ്ദ കോലാഹലങ്ങളും ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളും, അതായത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെയാണ്. അതായത് ഒരു തീവ്രവാദ സംഘടനയെ അതൊന്ന് കണ്ടുപോകൂ. الصابر الجبار أقوياء أشداء أعزاء كرماء അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്ത് രസമല്ലേ? പിന്നെ യുവത്വത്തിന്റെ വസന്തം ഇങ്ങനെ തോക്കും മറ്റതൊക്കെ പിടിച്ച്, പ്രതീകാത്മകമായ തോക്കുകളാണെങ്കിൽ കൂടിയും അതൊക്കെ അങ്ങനെ പിടിച്ച് തെരുവുകളിലൂടെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ രീതിയിലുള്ള. അതായത് അവിടുത്തെ തീവ്രവാദികൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, അതുപോലെ വേറെ കുറെ ആൾക്കാർ ആനപ്പുറത്ത്, പിന്നെ യഹിയ സിൻവറിന്റെയും പിന്നെ ഹമാസിന്റെ മറ്റൊരാളുടെ നേതാവ്, അയാളുടെ പേരിനോട് മറന്നേ. അപ്പൊ എന്തായാലും നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ഭൂമിയിലില്ല, അവരൊക്കെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി വളരെ സന്തോഷകരമായി ആത്മാഭിമാനത്തോടു കൂടി തെരുവുകളിലൂടെ ഇങ്ങനെ ചീറിപ്പായുകയാണ് ആനയും കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷ്വൽസ് ഒക്കെ പണ്ട് ഒരുപാട് കണ്ടതാണ്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹമാസിനെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ച് നമ്മുടെ സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ പ്രമുഖ പാർട്ടികളെ വളരെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് സ്വയം നടിക്കുന്ന ആൾക്കാരൊക്കെ വളരെയധികം വിശേഷിപ്പിച്ചിട്ടുള്ള ചാനൽ ചർച്ചകളിലും പിന്നെ സ്വന്തം യൂട്യൂബ് ചാനലുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലും അങ്ങനെ അനവധി, അങ്ങനെ എല്ലാവരെയും എന്താ പറയുക, വളരെയധികം പരിപോഷിപ്പിച്ചുകൊണ്ടും വലിയ സ്വാതന്ത്ര്യ സമര പോരാളികളാക്കിയും നമ്മളെ മുന്നിലൊക്കെ ഇവർ നന്നായി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അന്നേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരാളോട് ഒരു വിരോധമില്ല. പക്ഷെ അന്നേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവർ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലസ്തീൻ ജനതയ്ക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ് നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളോട്. തികച്ചും മതപരമായിട്ടുള്ള സ്നേഹം തന്നെയാണ്, അതിലൊരു സംശയമില്ല. വോട്ട് കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർ മതപരമായുള്ള സ്നേഹത്തിനെ അങ്ങോട്ട് വാരി പുണരുകയാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നതാണ് ആ ഒരൊറ്റ കാര്യം. ഇങ്ങനെയുള്ള തോന്നിയാസം കൊണ്ട് ആർക്കാണ് നഷ്ടമുണ്ടാകുന്നത്? ഈ ചെയ്യുന്ന തോന്നിയാസികൾക്ക് ഒരു നഷ്ടമല്ല. കാരണം എന്താ, ആർക്കാണ് നഷ്ടമുണ്ടാകുന്നത്? മറ്റുള്ള മനസ്സുകളിൽ വർഗീയത നിറയ്ക്കുവാനും അതുപോലെ തന്നെ ഈ ചെയ്ത ആൾക്കാരുടെ സ്വന്തം മതത്തിലുള്ള, അതായത് ഇസ്ലാം മതവിശ്വാസത്തിൽ നന്നായിട്ട് മതം വിശ്വസിച്ച് മതത്തിന്റെ കാര്യങ്ങൾ പിന്തുടർന്ന് മനുഷ്യനായി ജീവിച്ചു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലേ? അവർക്ക് കൂടിയാണ്, നല്ല മുസ്ലിങ്ങൾക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മുസ്ലിങ്ങൾക്കാണ് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ കൊണ്ടുള്ള പ്രശ്നം. കാരണം ബാക്കിയുള്ളവർ അവരെയും കൂടി എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോ ഇവര് പ്രതിഷേധിച്ച സമയത്ത് ഇങ്ങനെയുള്ള ഈ തീവ്രവാദികളൊക്കെ നെഞ്ചേറ്റിയും ചാടി വീണും ഒക്കെ അത് ചെയ്തല്ലോ. അതൊക്കെ വലിയൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ആക്കി, അതുപോലെ തന്നെ ഇതൊരു എന്തോ ഒരു വലിയൊരു സംഭവം കാണിച്ച മട്ടിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഞാനൊരു വാർത്ത ന്യൂസിൽ പിന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് എല്ലാ ന്യൂസ് ചാനലുകളും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില ന്യൂസ് ചാനലുകളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇടാം. പക്ഷേ ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ ഈ കേരളത്തിലെ മികച്ച എന്താ പറയുക, വലിയ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന, രാവിലെ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ന്യൂസ് മാത്രം വിശ്വസിക്കുന്ന പലരും, ഓക്കെ, അവർക്കൊക്കെയാണ് എല്ലാ ചാനലുകളും ഈ സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ ചാനലുകളുടെയും മറ്റേ വീഡിയോ കട്ടിംഗ് ഒന്നും എടുത്തിൻ്റെ അതിന് നേരല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതായത് NIA ആദ്യമായി ചാർജ് ചെയ്തു. പണ്ടേ ആക്രമണം നടന്നപ്പോഴേ ഹമാസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം എന്നുള്ള കാര്യത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹമാസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉള്ളതായിട്ട് പണ്ടേ തുടക്കത്തിലെ ആക്രമണം നടന്നതിന്റെ പിറ്റേന്ന് തൊട്ട് തന്നെ സംശയിക്കപ്പെട്ടിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ആ ആക്രമണ രീതികളും കാര്യങ്ങളൊക്കെ തന്നെ അത് ഹമാസ് മറ്റേ ഇസ്രായേൽ നടത്തിയ പോലത്തെ നരഹത്യ പോലത്തെ ഒരു സംഭവമായിരുന്നു. യെസ്, അപ്പോൾ
കാര്യത്തിലേക്ക് വരാം. അപ്പോൾ NIA ആദ്യമായി ചാർജ് ഷീറ്റിൽ ഹമാസ് എന്ന് പറഞ്ഞ പേര് ഉൾപ്പെടുത്തിയിരിക്കണം. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതിന്റെ അവരുടെ ലിങ്ക് വളരെ കൂലങ്കഷമായി NIA അന്വേഷിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എന്തൊക്കെയായാലും പറയാതെ വയ്യ. കാരണം അങ്ങനെ വളരെ ശക്തമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് NIA പറഞ്ഞിരിക്കുന്നത്, അതായത് പഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷം അതായത് NIA പിന്നെ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തയ്യിബ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സംഘടനകൾ, തീവ്രവാദ സംഘടനയും അതുപോലെ തന്നെ സംഘടനകളും എന്തെങ്കിലും ആവട്ടെ, ഹമാസുമായിട്ടുള്ള കൂടുതലായിട്ടുള്ള മീറ്റ്സ്, അതായത് ഡിസ്കഷൻസ് വളരെയധികം ഇന്റൻസിഫൈഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്റൻസിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നല്ല, അതായത് കൂടുതൽ മീറ്റിങ്ങുകളും ഡിസ്കഷൻസും നടക്കുന്നു എന്നുള്ള ഒരു സംഭവം ഇവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പോരാളികളുമായിട്ട് നമ്മുടെ നാട്ടുകാരെ കൊന്ന കുറെ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു സാധാ ബുദ്ധി കുറച്ചെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ മനസ്സിലായ? ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും മനസ്സിലാണ്ടോ? അതോ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് ചെക്ക് ചെയ്താണോ? അതായത് ഞങ്ങൾ ഇങ്ങനെ കൊന്നുപോയി, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ചെയ്തായിരിക്കും അല്ലെ? സമാധാനത്തിന് വേണ്ടി പോരാടുന്ന ഹമാസുമായിട്ട് സമാധാനത്തിനല്ലാണ്ട് ലഷ്കർ-ഇ തയ്യിബ പിന്നെ സംസാരിക്കില്ലല്ലോ. അങ്ങനെയൊക്കെയല്ലേ പലരുടെയും ചിന്താഗതി. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോരാളികൾ, അതായത് പോരാളികൾ എന്ന് വെച്ചാൽ ഹമാസിന്റെ പിന്നെ പാലസ്തീനിലെ പോരാളികളല്ല, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ചില പോരാളികൾ, ആ പോരാളികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോരാടുന്നത് നിങ്ങൾക്കെതിരെ തന്നെയാണ്, അല്ലാതെ വേറെ ആർക്കെതിരെയല്ല. നിങ്ങളെ സമൂഹത്തിലെ സ്ഥാനം നശിപ്പിക്കാനും നിങ്ങളുടെ ആൾക്കാർ പുച്ഛത്തോടെ നോക്കാനും അല്ലാതെ അൾട്ടിമേറ്റ്ലി ലേശം തലയ്ക്ക് മൂള, അതായത് വിവരമുള്ള ആൾക്കാർക്കൊന്നും നിങ്ങളോട് ഒരു മതിപ്പും ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയ ഒരു തീവ്രവാദ സംഘടന, ഒരുപാട് പേരെ കൊന്ന സംഘടന, അപ്പൊ ആ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഹമാസ് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ഹമാസ് എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് സംഘടന തന്നെയാണ്. നാട്ടിലുള്ള ഏതൊക്കെ ആൾക്കാർ എങ്ങനെയൊക്കെ തലതിരിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് സത്യം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പലസ്തീനെ അംഗീകരിക്കാം, പലസ്തീനുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം, പലസ്തീനുള്ള ജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഇസ്രായേൽ അവിടെ നടത്തിയ വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, അതിൽ കഴമ്പുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്ക് പോലും ഹമാസിന് അത്ര എന്താ പറയാ മതിപ്പില്ല. കാരണം വെച്ചാൽ ഹമാസിന്റെ ചെയ്തു കൂട്ടലുകൾ കൊണ്ട്, ആ ദേഷ്യം കൊണ്ടാണ് ഇവരിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. അപ്പോ ഹമാസിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ പൗരന്റെ ബുദ്ധിക്ക് നിരക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് ചെയ്യാം? പലസ്തീനിലെ കൊച്ചുകുട്ടികളെയും നിരാലംബരായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് കഷ്ടപ്പെട്ടു പോയിട്ട് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, സാധാരണ ജനങ്ങൾ. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, സാധാരണ ജനങ്ങൾ. അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്. അല്ലാതെ കണ്ട തീവ്രവാദ സംഘടന അണ്ടനെ അടക്കം സപ്പോർട്ട് ചെയ്തിട്ട് എന്തോ വലിയ സംഭവം കാണിച്ചു എന്നുള്ള കണ്ടീഷനിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ടീംസും പാർട്ടികളുടെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നറിയാം. നിങ്ങൾ ഇന്ത്യയിലായതുകൊണ്ടാണ്. ഇനിയിപ്പോ എല്ലാവരും പറയുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഇല്ലേ, ഞാളപ്പ ശരിയാക്കേ, ഞാളപ്പ പിടിച്ചാക്കേ, CIA NIA അമ്മോ എന്നെ എന്തായാലും പൗരത്വ CIA വന്നേ ഞാളപ്പ പിടിച്ച അടുത്ത രാജ്യത്താക്കേ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് അത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് അന്ന് ആനപ്പുറത്തിരുന്ന ആൾക്കാരും തോക്ക് പിടിച്ചിട്ട് കൂടെയൊക്കെ കെട്ടി അങ്ങനെ നടന്ന ആൾക്കാരും പലതരം ആൾക്കാരും ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പാർട്ടി പൊളിറ്റിക്കൽ ലീഡേഴ്സ് അടക്കം ഇവിടെ ഒരു പ്രശ്നമില്ലാണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളിൽ എന്തുണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നാലോചിച്ച് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അനിയന്ത്രിതമായ ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന പലസ്തീൻ ആയിക്കോട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ പല രാജ്യങ്ങളെ കുറിച്ചും നമുക്ക് സംസാരിച്ചു നോക്കാം, യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു നോക്കാം. നിങ്ങളുടെ ആഠപടലം അവര് എന്താക്കിയേനെ, ത്രീജിച്ചേനെ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്നും പുറലോകം കാണാനുള്ള കണ്ടീഷൻ ഇല്ലാത്ത കണ്ടീഷനിൽ അവര് ശരിയാക്കിയേനെ. ഒന്നുമില്ല, നല്ല നടപ്പിന് 10 അടിയെങ്കിലും കിട്ടിയ നിങ്ങൾക്ക്. ഇനി അത് പറയാൻ തോന്നാത്ത അല്ലെങ്കിൽ ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള ശിക്ഷ, മറുപടി ഒക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് നിങ്ങൾക്ക് തന്നേനെ. അതുകൊണ്ട് ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊന്നും ഒരു കാരണവശാലും അംഗീകരിച്ചുവിടാം. ഇതെല്ലാവർക്കും പ്രശ്നമാണ്. ഇവിടെയുള്ള എല്ലാ സാധാരണ ജനങ്ങൾക്കും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ശരി, ബൈ.